ബീച്ച് ടൂറിസം ഇഷ്ടപ്പെടാത്ത സഞ്ചാരികൾ കുറവായിരിക്കും. തീരദേശ കർണാടകയാണ് ഇതിനായി വടക്കൻ കേരളത്തിലെ മിക്ക യാത്രക്കാരും കൂടുതലായി തിരഞ്ഞെടുക്കാറുള്ള സ്ഥലം. ബീച്ച് ടൂറിസം യാത്രക്കാരെ ആകർഷിക്കുമ്പോഴും അത്തരം കേന്ദ്രങ്ങളിൽ അപകടങ്ങളും പതിവ് സംഭവങ്ങളാകാറുണ്ട്. തീരദേശ കർണാടകയിൽ കടലിൽ മുങ്ങി മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്നെത്തിയ സ്കൂൾ വിനോദയാത്രാ സംഘത്തിലെ വിദ്യാർത്ഥികൾ ഉത്തര കന്നഡയിലെ മുരുടേശ്വറിലെ ബീച്ചിൽ മുങ്ങിമരിച്ച സംഭവം ഉണ്ടായിരുന്നു. നേരത്തെയും ഇത്തരം ദാരുണ സംഭവങ്ങൾ മുരുടേശ്വർ ബീച്ചിൽ അരങ്ങേറിയിട്ടുണ്ട്. 2023 ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നെത്തിയ ഡിഗ്രി വിദ്യാർത്ഥി ബീച്ചിലെ തിരയിൽപ്പെട്ട് മരിച്ചിരുന്നു. 2014 ബംഗളൂരു മാരുതി നഗർ സ്വദേശികളായ 4 വിനോദസഞ്ചാരികളുടെ ജീവനും ഇവിടുത്തെ രാക്ഷസത്തിരകൾ കവർന്നു. ഈ പ്രദേശത്തുണ്ടായ കഴിഞ്ഞ ദിവസത്തെ അപകടം ഉൾപ്പെടെ 3 സംഭവങ്ങളും നടന്നത് ഒരേ കാരണത്താലാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലൈഫ് ഗാർഡുകളുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിലേക്ക് ഇറങ്ങിയതാണ് ഈ അപകടങ്ങളിലേക്ക് നയിച്ചത്. ഇവിടുത്തെ കടലിന്റെ വിചിത്ര സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ലൈഫ് ഗാർഡുമാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. കടലിൽ ഇറങ്ങുന്നവരെ അപ്രതീക്ഷിതമായി കടൽ ഒരു നിമിഷം കൊണ്ട് ആഴങ്ങളിലേക്ക് വലിച്ചെടുക്കും. ഇവിടെ കടലിന്റെ സ്വഭാവം മാറിവരുന്നതും പെട്ടെന്നാണെന്നും ലൈഫ് ഗാർഡുമാർ പറയുന്നു. മുരുടേശ്വർ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ക്ഷേത്ര ദർശനവും ശിവപ്രതിമയും ബീച്ചും എല്ലാം സംഗമിക്കുന്ന അപൂർവ സൗന്ദര്യമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ലൈഫ് ഗാർഡുകളുടെ പരിമിതിയും അറിയിപ്പുകൾ അവഗണിച്ച് സഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നതും ഇവിടെ അപകടങ്ങൾ പതിവാകാൻ കാരണമാകുന്നു. വിനോദസഞ്ചാരത്തിനായി ബീച്ചുകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നീന്തൽ സുരക്ഷ. നാം പോകുന്ന ബീച്ച് നീന്താൻ പറ്റുന്നവയാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. നിർദ്ദേശങ്ങൾ നൽകാൻ ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കടലിലേക്ക് ഇറങ്ങാവൂ. മാത്രമല്ല, ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. കടലിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ചാണ് അവർ നമുക്ക് സുരക്ഷയൊരുക്കുക. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാകണം ബീച്ചുകളിലേക്കുള്ള യാത്രകൾ ക്രമീകരിക്കേണ്ടതും. മഴക്കാലത്തും കാറ്റുള്ള സമയങ്ങളിലും ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാകും ഉചിതം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.